സർ, അവനി കബീർ ആനന്ദിന്റെ റൂമിലുണ്ട്. കബീർ അവനെ എന്തിനാണ് ക്യാബിനിലേക്ക് വിളിച്ചതെന്ന് ഗൗതമിന് നന്നായി അറിയാമായിരുന്നു. ഓരോ പെൺകുട്ടിയെയും ചതിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക മരുന്ന് അവൻ തന്റെ ക്യാബിനിൽ വെച്ചിരുന്നു. ഓഫീസിലെ പലർക്കും ഈ സത്യം അറിയാമായിരുന്നു. പക്ഷേ കബീറിനെയും ശേഖറിനെയും ഭയന്ന് ആരും ശബ്ദമുയർത്തിയില്ല. ഇന്ന് പുതിയ ഉടമയായ ഗൗതമിന്റെ കോപത്തിന് ഇരയാകാൻ പോകുന്നത് കബീർ ആയിരുന്നു. കമിൻ. മുൻഷിജി പറഞ്ഞത് കേട്ടതും ഗൗതം ചെക്ക് കയ്യിലെടുത്ത് നേരെ കബീറിന്റെ ക്യാബിനിലേക്ക് നടന്നു. നിങ്ങൾ എവിടെയും പോകണ്ട. ഈ കാര്യം സാറ് തന്നെ കൈകാര്യം ചെയ്യും. പിന്നെ ഒരു കാര്യം ഓർത്തോ, സാർ ആരാണെന്നുള്ള കാര്യം ആരും അറിയരുത്. ഓക്കെ മുൻഷിജി. അവനി, കം സിറ്റ്. സോ യു ഫൈനലി ഹാഡ് ടു കം. അവനി കബീറിന്റെ ക്യാബിനിൽ കയറിയ ഉടൻ മുഴുവൻ കാര്യവും അവനോട് പറഞ്ഞു. അതേസമയം ഗൗതമിന്റെ കണ്ണുകളിൽ തീ ആളിക്കത്തി. അവനെ, ഇത്ര വലിയ കാര്യം സംഭവിച്ചിട്ട് നീ ഇപ്പോഴാണോ പറയുന്നത്? ഇതൊക്കെ നീ നേരത്തെ പറയേണ്ടതല്ലേ? ഹാബിറ്റ്. വേണ്ട കബീർ, ഞാൻ കുടിക്കാറില്ല. എന്താ ഇത്? ഇത്ര ദൂരം വന്നിട്ട് ഒരു ഡ്രിങ്ക് പോലും കുടിക്കില്ലേ? കുറഞ്ഞത് ഒന്നെങ്കിലും കുടിക്കണം. ഇല്ല കബീർ, എനിക്ക് പണം വാങ്ങി എത്രയും വേഗം കടയിലെത്തണം. ഓ ഓ, ശരി ശരി. നിന്റെ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടല്ലേ? ചെക്ക് ഇപ്പൊ തന്നെ തരാം. വെയ്. നീ ഇപ്പൊ എന്റെ കൂടെ കുടിച്ചില്ലെങ്കിൽ എനിക്കതൊരു അപമാനവും. താങ്ക്സ് കബീർ, പക്ഷെ എനിക്ക് ശരിക്കും കുടിക്കാൻ പറ്റില്ല. പിന്നെ നിന്റെ ഈ പണം എത്രയും വേഗം തന്നെ തിരിച്ചു തരാൻ ഞാൻ നോക്കാം. എനിക്ക് പണത്തെക്കുറിച്ച് ചിന്തയില്ല. കബീർ വേട്ടയാടുന്ന കണ്ണുകളോടെ അവനിയിലേക്ക് മെല്ലെ മെല്ലെ അടുക്കാൻ തുടങ്ങി. അവനെ, ഇന്ന് നിന്റെ അച്ഛൻ ജയിലിൽ പോകുന്നത് തടയാൻ ആർക്കും കഴിയില്ല, എക്സെപ്റ്റ് മീ. ഒരു ഡ്രിങ്ക് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. കുടിക്കുന്നു, ചെക്ക് എടുക്കുന്നു, പോകുന്നു. ഇതിലിത്ര ചിന്തിക്കാൻ മാത്രം എന്താ? കബീർ, ഞാനിത് കുടിച്ചാ നീ ഈ ചെക്ക് ഉറപ്പായും തരില്ലേ? അഫ്കോഴ്സ്. എനിക്ക് പണം വലിയ കാര്യമല്ല. ഹാബിറ്റ്. അവനിയെ ഇന്ന് രാത്രി സ്വന്തമാക്കാനാണ് കബീർ തന്റെ മനസ്സിൽ തീരുമാനിച്ചിരുന്നത്. അവനിയുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. ഗ്ലാസ് അവൾ ചുണ്ടിൽ വെക്കാനിരുന്നതും വാതിൽക്കൽ ഇടിമുഴക്കത്തോടെ ഒരു ശബ്ദം കേട്ടു. അവനിയുടെ കയ്യിൽ ഗ്ലാസ് കണ്ട നിമിഷം ഗൗതം കോപത്തിൽ കബീറിനെ നോക്കി. ആരാ നീ? നീ എങ്ങനെ അകത്ത് കയറി? ഗൗതം, ഗൗതം, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ വന്നില്ലെങ്കിൽ ഇയാൾ നിന്നോട് എന്ത് ചെയ്തേനെന്ന് പോലും എനിക്കറിയില്ല. ഗൗതം, നീ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്നു? ഞാൻ കബീറിനോട് സഹായം ചോദിക്കാനാ വന്നത്. ഇവൻ എത്ര തരം താഴ്ന്നവനാണെന്ന് നിനക്കറിയില്ല. ഓ ഹലോ, എങ്ങോട്ടാ നീ കയറി പോകുന്നത്? നീ ആരോടാ സംസാരിക്കുന്നതെന്നറിയോ? നോ കബീർ, ഇതെന്റെ ഭർത്താവാ. ഓ, അപ്പോ ഇതാണ് വീട്ടുവേലക്കാരൻ മരുമകൻ. അവനി, ഇപ്പൊ തന്നെ ഇവനോട് എന്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ പറയും. ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ജീവനോട് ആരും പോവില്ല. അവനി, ഈ ചെക്കിന്റെ കാര്യം നീ അങ്ങ് മറന്നേക്ക്. മൂന്ന് വർഷം മുൻപ് നിന്നെപ്പോലെ ഒരാൾ എന്റെ ക്യാബിനിലേക്ക് കയറാൻ ശ്രമിച്ചു. ഇന്നും അവന്റെ കുടുംബം അവന്റെ ശരീരം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഗൗതം, ഗൗതം, പ്ലീസ് പ്ലീസ് കബീറിനോട് മാപ്പ് പറ. ഇവനോട് മാപ്പ് പറയാനോ? ഇവന്റെ വാക്കുകൾ കേട്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വെറും ഭീഷണികളാ. കുരയ്ക്കുന്ന നായാണ്, കടിക്കില്ല. നായോ? നീ കാശിന് വിലയില്ലാത്ത മരുമകനല്ലേ? ഇപ്പൊ ഈ നായ എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് തന്നെ നിന്റെ തൊലി ഊരി കളയാത്ത പക്ഷം എന്റെ പേര് കബീർ ആനന്ദ് എന്നല്ല. ഗൗതം. ഹലോ, ഇൻസ്പെക്ടർ ശിവ, ഞാൻ കബീർ ആനന്ദാ സംസാരിക്കുന്നത്. ഉടൻ ലൊക്കേഷനിലേക്ക് വരൂ. ഒരാളെ തൊലി ഉരിക്കേണ്ടിയിരിക്കുന്നു. അവനെ, ആ ചെക്ക് കാര്യം മറന്നേക്കാം. ഇന്ന് അവൻ നേരെ ജയിലിലേക്ക് പോകും. കബീർ, കബീർ, ഞാൻ ഗൗതമിന്റെ പേരിൽ ഞാൻ മാപ്പ് പറയുന്നു, പ്ലീസ്. ഇല്ല അവനെ,
ഇന്ന് അവനെ ജയിലിൽ പോകുന്നത് ആരും തടയില്ല. പിന്നെ ഒടുവിൽ നീ എന്റേതാകും. ഗൗതം, നീ എന്താ ചെയ്യുന്നത്? ഇയാൾ ആരാണെന്ന് നിനക്കറിയില്ലേ? യു ആർ എ ഫിനിഷ്ഡ് മാൻ. ഈ അടിക്ക് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഡാഡ്, ഈ നായ എന്റെ മേൽ കൈ ഉയർത്താൻ ശ്രമിച്ചു. തന്റെ അച്ഛന്റെ അവസ്ഥ കണ്ടപ്പോൾ കബീറിന്റെ കണ്ണുകൾ ഞെട്ടലിൽ വിടർന്നു. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ കോൺസ്റ്റബിൾസ് അവനെ പിടിച്ചു. കൈ വിലങ്ങിട്ട് മുട്ടുകുത്തിച്ച് നിലത്തിരുത്തി. ഇൻസ്പെക്ടർ, നിങ്ങൾക്ക് എന്താ പറ്റിയത്? മിസ്റ്റർ കബീർ ആനന്ദ്, ആളുകളെ കവർച്ച ചെയ്തത്, തട്ടിപ്പ് ചെയ്തത്, പല പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചത്, ഈ കുറ്റങ്ങൾക്കായി നിങ്ങളെയും നിങ്ങളുടെ അച്ഛനെയും ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ഡാഡ്, ഇയാൾ എന്തായി പറയുന്നത്? ശേഖർ ആനന്ദിന്റെ ഒന്നും മിണ്ടാതെ താഴെ നോക്കി നിൽക്കുന്ന മുഖം എല്ലാം പറഞ്ഞു തന്നു. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അവനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇൻസ്പെക്ടർ സർ, ഇയാൾ എന്റെ ഭാര്യയെ ഈ ഡ്രിങ്ക് കുടിക്കാൻ നിർബന്ധിച്ചു. അതിലെന്തോ മരുന്ന് കലർത്തിയിട്ടുണ്ട്. പ്ലീസ് ഇതും കൂടി ചെക്ക് ചെയ്യണം. ഇത് കേട്ട ഇൻസ്പെക്ടർ തന്റെ കർച്ചീഫ് എടുത്ത് ഡ്രിങ്ക് പരിശോധിച്ചു. കർച്ചീഫ് ആ ഡ്രിങ്കിൽ തട്ടിയതും അത് തിളങ്ങുന്ന നീല നിറത്തിലേക്ക് മാറി. എല്ലാവരും ഞെട്ടി നിന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മിസ്റ്റർ ഗൗതം. ഈ ഡ്രിങ്കില് ട്രിയാസോളം എന്ന അപകടകരമായ മരുന്ന് കലർന്നിരിക്കുന്നു. കോൺസ്റ്റബിൾസ്, തെളിവുകളോടെ അച്ഛനെയും മകനെയും കൊണ്ടുപോ. കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവമൊക്കെ താനെ മാറിക്കോളും. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ കമ്മീഷണറോട് സംസാരിക്കണം. ഡ്രിങ്കിൽ മരുന്നുണ്ടായിരുന്നുവെന്നറിഞ്ഞപ്പോൾ അവനിയുടെ കാലിന് കീഴിലെ നിലം വഴുതിപ്പോയതുപോലെയായി. ഇന്നാണ് കബീറിന്റെ മോശം പ്രവൃത്തികൾക്ക് ഒടുവിൽ വില കിട്ടിയത്. അവനെ ഇപ്പോൾ ഗൗതമിന് പല കാര്യങ്ങളും അവളോട് പറയാനുണ്ടായിരുന്നു. പക്ഷേ തന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താൻ അവൻ ഇപ്പോൾ തയ്യാറായിരുന്നില്ല. ഇനി പേടിക്കേണ്ട കാര്യമില്ല. അവർ ചെയ്തതിന് ശിക്ഷ അവർക്ക് ലഭിച്ചു. ഗൗതം തന്റെ പോക്കറ്റിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എടുത്ത് അവനിക്ക് കൊടുത്തു. നോക്ക്, അച്ഛനെ രക്ഷിക്കാനുള്ള പണം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്ര വലിയ തുക ഇത്ര പെട്ടെന്ന് എങ്ങനെ? സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ഗൗതമൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു നിമിഷം അവൻ മൗനമായി നിന്നു. ഗൗതം, ചോദിച്ചത് കേട്ടില്ലേ? ഈ ചെക്ക് ആരാ തന്നത്? ഞാൻ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതാ. അവന്റെ കമ്പനി അടുത്തിടെ വലിയ ലാഭം നേടി. അതുകൊണ്ട് അവൻ എന്നെ സഹായിച്ചു. അവനി അതിശയത്തോടെ ചെക്കിലേക്ക് നോക്കി നിന്നു. ഈ പണം നമുക്ക് പതിയെ തിരികെ കൊടുക്കാം. അവന് തിരക്കൊന്നുമില്ലെന്നാ പറഞ്ഞത്. അവനെ, ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഷോറൂമിലേക്ക് എത്തണം. അവിടെ എല്ലാവരും കാത്തിരിക്കുക. അതേസമയം ഷോറൂമിന്റെ ഒരു മൂലയിൽ അവനെയും ഗീതയും ഇരിക്കുകയായിരുന്നു. 2 ബലമുള്ള ഗാർഡ്സ് അവരെ ചുറ്റി നിന്നു. എല്ലാവരും മാനേജറിന്റെ ഉത്തരവിനായി കാത്തുനിന്നു. ഇതിനകം തന്നെ മാനേജർ കമ്മീഷണറിനെ ഷോറൂമിലേക്ക് വിളിച്ചിരുന്നു. ഇനി 10 മിനിറ്റ് മാത്രം ബാക്കി. നിങ്ങളുടെ മകളും മരുമകനും ഇവിടെ. നിങ്ങളെ കൊണ്ട് ഈ പണം അടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ജയിലിൽ പോകാനായിട്ട് റെഡി ആയിക്കോളൂ. അവനി മോളെ, പണം സംഘടിപ്പിച്ചോ? ഞങ്ങള് പേടിച്ചിരിക്കായിരുന്നു. മോം, ഡോണ്ട് വറി. ഇതാ ചെക്ക്. കണ്ടോ, കബീർ തീർച്ചയായും സഹായിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എത്ര നല്ല കുട്ടിയാ അവൻ. അവൻ നിന്റെ ഗൗതത്തിനെ പോലെയല്ല. നോക്ക് ഗൗതം, ഈ ചെക്ക് കാണുന്നുണ്ടോ? ഇത് നിന്റെ സ്റ്റാറ്റസിന് മേലെയാണെന്ന് മനസ്സിലാക്കിക്കോ. കബീർ എന്റെ മകളുടെ ഫ്രണ്ടാണ്. എന്റെ മകളുടെ. പിന്നെ നീ ഇന്ന് തന്നെ അവളെ ഡിവോഴ്സ് ചെയ്യണം. നിന്നെ പോലൊരു യൂസ്ലെസ് ആളോടൊപ്പം എന്റെ മകളുടെ ജീവിതം കാണാൻ എനിക്കാവില്ല. എന്റെ മോൾക്ക് എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. കിട്ടിയതോ നിന്നെ പോലൊരു പാഴിനെ. അമ്മ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള്. സത്യത്തിൽ ഇവനാ. നീ മിണ്ടരുത്. നിനക്ക് ശരിയും തെറ്റും കാണാനാകുന്നില്ല ഇപ്പോ. ഈ ഒന്നിനും കൊള്ളാത്തവൻ നിന്റെ പാവാടയിൽ തൂങ്ങി നടക്കുക. നിനക്കെന്താ ഇവൻ ഒഴിവാക്കിയാല്?
കബീറിന്റെ പേര് കേട്ടപ്പോൾ അവനിക്ക് ആ ഡ്രിങ്ക് സംഭവം ഓർമ്മ വന്നു. മോം, ഈ പണം തന്നത് ഗൗതമാണ്, കബീർ അല്ല. ഓഹോ, ഏത് വലിയ സുഹൃത്താ ഈ ഭിക്ഷക്കാരൻ ഇത്രയും പണം കൊടുത്തത്? ഫോൺ ചെയ്, ഇപ്പോൾ തന്നെ നിന്റെ ആ ഫ്രണ്ടിനെ വിളിക്ക്, ഞങ്ങളും അറിയട്ടെ. ഗൗതം ഭയത്തോടെ ചുറ്റും നോക്കി തുടങ്ങി. ഗീത അവനെ സംശയത്തോടെ നോക്കി നിന്നു. പണത്തിന്റെ സത്യം ഗൗതം പറയുമോ? കബീർ ഇവരോട് പ്രതികാരം ചെയ്യുമോ? വിളിക്ക് നിന്റെ ഫ്രണ്ടിനെ. സത്യത്തില് അവനിപ്പോ ട്രാവൽ ചെയ്യാ. അവന്റെ അസിസ്റ്റന്റ് ആണ് എനിക്ക് ചെക്ക് തന്നത്. നിങ്ങളുടെ ഫാമിലി ഡ്രാമയൊക്കെ വീട്ടിൽ പോയി നടത്തൂ. ചെക്ക് എനിക്കിതാ. അതെ, ഇതാ ചെക്ക്. മോം, കബീർ നിങ്ങൾ കരുതുന്നത് പോലെയുള്ള ഒരാളല്ല. പണത്തിന് പകരം അവൻ എന്നെ ബലമായി കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. ഗൗതം കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ അവന്റെ പ്ലാൻ വിജയിച്ചേനെ. മോളെ, മോളെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ഗീതയ്ക്ക് അവൾ കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ മോളെ? നോ ഡാഡ്, ഐ എം ഫൈൻ നൗ. ഇപ്പോ വലിയ ചോദ്യം ഈ പണം ഗൗതം എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നാണ്. ശരി, അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ജീവിതത്തിൽ ആദ്യമായി ഇവൻ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു. ഹേയ്, അവൻ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെ. എവിടെ നിന്നാണോ ചോദിച്ചതെന്ന് അറിയില്ല. എങ്കിലും എല്ലാവർക്കും പണം തിരികെ കൊടുക്കണ്ടേ? മോം, ഇതെല്ലാം നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. ഈ മാനേജർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ എനിക്കൊരു ചായ കൊണ്ടുവാ. ശരി മോം. പിന്നെ ചായയിലെ പാലും ഏലക്കയും കുറച്ചിട്ടാ മതി. നിന്റെ പൂർവികർ ഞങ്ങൾക്ക് ഖജനാവൊന്നും വിറ്റിട്ടില്ല, മനസ്സിലായോ? ശരി മോം. ഇത് കേട്ട് ഗൗതം ഉള്ളിൽ ചിരിച്ചു. കാരണം അവനിയുടെ അപ്പൂപ്പൻ ഹിമ്മത് സിംഗിനും ബിസിനസ് തുടങ്ങാൻ പണം നൽകിയത് ഗൗതമിന്റെ അപ്പൂപ്പൻ തന്നെയായിരുന്നു. ഒരു കാലത്ത് ഹിമ്മത് സിംഗിന്റെ പൂർവികർ മുൻഷിയെപ്പോലെ തന്നെ രാഞ്ചോർ കുടുംബത്തിന് അടിയാളുകളായിരുന്നു. എന്തിനാ പല്ല് കാണിച്ച് ചിരിക്കുന്നത്? പാല് മുഴുവൻ നീയല്ലേ തീർക്കുന്നത്? ചായ നല്ലതല്ലെങ്കിൽ നിന്റെ മേലെ ഞാൻ ഒഴിക്കും, മനസ്സിലായോ? ശരി. താങ്ക്സ് ആവണി ഫോർ ദ മണി യു ഗേവ്. പക്ഷെ എന്താണ് സത്യം? ഈ ഗൗതം എവിടെ നിന്നാണാവോ ഇത് കൊണ്ടുവന്നത്? അതെവിടെ തിരികെ കൊടുക്കണം? ഇപ്പൊ നമ്മുടെ കഴുത്തിലെ കയറ് കുറച്ച് അയഞ്ഞ പോലെ കരുതാം. അവനി തന്റെ സേവിങ്സിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഗൗതം കടം കൊടുത്ത പണം ഉടൻ തന്നെ തിരികെ നൽകേണ്ടതുണ്ടായിരുന്നു. അതേസമയം പതിവ് പോലെ ഗൗതം ഭക്ഷണത്തെക്കുറിച്ച് ചോദിക്കാൻ വന്നു. വീട്ടിൽ ഗീതയ്ക്കും അനിലിനും പലപ്പോഴും വേറിട്ട ഇഷ്ടങ്ങളായിരുന്നു. മോം, ഇപ്പോഴുള്ള സേവിങ്സ് ഒക്കെ നമുക്ക് കൊടുക്കാം. ബാക്കി പണം ഞാൻ ഗൗതത്തിന് പതിയെ തിരികെ കൊടുക്കാം. ശരി, ആദ്യം അവന്റെ റിച്ച് ഫ്രണ്ട് ബാക്കിയുള്ള പണം പിന്നെ വാങ്ങാൻ സമ്മതിക്കുമെന്ന് അവനോട് ചോദിക്ക്. നമ്മുടെ സേവിങ്സ് 5 ലക്ഷം മാത്രമല്ലേ ഉള്ളൂ. അതിനയാള് സമ്മതിക്കില്ലെങ്കിൽ... ഇല്ല ആന്റി, അവന് തിരക്കൊന്നുമില്ല, പതിയെ കൊടുത്താൽ മതിയെന്നാ പറഞ്ഞത്. എന്നാ പ്രശ്നമില്ല, നമുക്ക് പിന്നെ കൊടുക്കാം. പക്ഷെ മോം, ഈ 5 ലക്ഷം ഇപ്പൊ കൊടുക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായും. നമുക്ക് നിന്റെ ഭർത്താവിനെ പോലെ ആരുടെയും മേൽ ഭാരമായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ശരി ഗൗതം, പണം തിരികെ കൊടുക്കുമ്പോ എന്റെ ഭാഗത്ത് നിന്ന് നിന്റെ ഫ്രണ്ടിനോട് താങ്ക്സ് പറയണം. വലിയൊരു സഹായമാണ് ചെയ്തത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ഗൗതം വീട്ടുപണിയിലും പാചകത്തിലും വിദഗ്ധനായി മാറിയിരുന്നു. എത്ര ബുദ്ധിമുട്ടുള്ള ഭക്ഷണമെങ്കിലും വേഗത്തിൽ തയ്യാറാക്കാൻ അവന് കഴിഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ച് അവരുടെ മുറികളിലേക്ക് പോയി.
അവർക്കിടയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? ഗൗതമാണ് തന്നെ സഹായിച്ചതെന്ന് അവൾ തിരിച്ചറിയുമോ? തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.